നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും. പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. ആമ്പല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ലോറി ട്രാക്ക് മാറുന്നതിനിടയിൽ കാറിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പുതുക്കാട് ബൈക്കിന് പിറകിൽ ടെമ്പോ ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. LDF അധികാരം ലഭിച്ചപ്പോൾ കേരളമാകെ ബാറുകൾ കൊണ്ട് നിറയ്ക്കുകയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികാസ് ഭാരത സങ്കല്പ യാത്ര നെന്മണിക്കരയിലും പുതുക്കാടും നടന്നു. കേന്ദ്രമന്ത്രി ഭഗവത് കുബേജി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് കറുകപ്പാടം SSC റോഡ് നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 1 സൗഹൃദം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും. ഞായർ രാത്രി 8 മുതൽ തിങ്കൾ പുലർച്ചെ 6 വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അസോസിയേഷൻ വ്യക്തമാക്കി. ഗുണ്ടാക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം. ആമ്പല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ശനിയാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത്. ദേശീയപാതയിൽ സിഗ്നലിലെ തൊട്ടു മുൻപാണ് സംഭവം. ലോറി ട്രാക്ക് മാറുന്നതിനിടെ കാറിൽ തട്ടിയാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. പുതുക്കാട് ബൈക്കിന് പിറകിൽ ടെമ്പോ ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. പാഴായി സ്വദേശി അനിതയ്ക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പുതുക്കാട് സെന്ററിന് സമീപം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് അപകടം. പുതുക്കാട് നിന്ന് പാഴായിലേക്ക് പോയിരുന്ന ബൈക്കിൽ മിൽമയുടെ വാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിന്റെ പിൻഭാഗം ടെമ്പോയുടെ ഉള്ളിൽ കുടുങ്ങി. ബൈക്കിന് പിറകിലിരുന്ന അനിതയുടെ കഴുത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ബൈക്ക് ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മദ്യലഭ്യത കുറയ്ക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുകയും ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളായിരിക്കുമെന്ന് സിനിമാ താരങ്ങളെ വെച്ച് പരസ്യം നൽകുകയും ചെയ്ത LDF അധികാരം ലഭിച്ചപ്പോൾ കേരളമാകെ ബാറുകൾ കൊണ്ട് നിറയ്ക്കുകയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി 4.5 മാസമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ തുടരുന്ന സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ആമ്പല്ലൂർ സെന്ററിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യപാനശീലത്തിനെതിരെ ശക്തമായി പോരാടുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന സർക്കാർ തന്നെ ക്രിസ്തുമസ് ന്യൂ ഇയർ വേളയിലെ കച്ചവടം കൊഴുപ്പിക്കാനായി മദ്യവിൽപ്പനശാലകൾ പരമാവധി അലങ്കരിച്ച് ആകർഷകമാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതായും വിൻസെന്റ് മാളിയേക്കൽ ആരോപിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഈപ്പൻ കരിയാറ്റിൽ, KA ഗോവിന്ദൻ, ബേബി പുതുശ്ശേരി, മാർട്ടിൻ പേരേക്കാടൻ, ജോസ് കൊച്ചേക്കാടൻ, റാഫി പൊന്നാരി, ജോർജ് പെല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ 1000 ചില്ലുവാനും 2000-ഓളം, കള്ള് ഷാപ്പുകൾ 4000 ചില്ലുവാനും. ഇതെന്തിനു വേണ്ടി? കുടുംബം നന്നാക്കാനോ, ജനങ്ങളെ നന്നാക്കാനോ, കുട്ടികളെ സംരക്ഷിക്കാനോ, പെൺകുട്ടികളുടെ ജീവിതത്തിൽ അവർക്ക് വിവാഹ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികാസ് ഭാരത സങ്കല്പ യാത്ര നെന്മണിക്കരയിലും പുതുക്കാടും നടന്നു. പരിപാടി കേന്ദ്രമന്ത്രി ഭഗവത് കുബേജി ഉദ്ഘാടനം ചെയ്തു. SBI ബാങ്ക് നേതൃത്വം നൽകിയ പരിപാടിയിൽ SBI റീജിയണൽ ഉദ്യോഗസ്ഥരടക്കം നിരവധി ബാങ്കുകളുടെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളാക്കി. ചിറ്റിശ്ശേരി നെന്മണിക്കര പഞ്ചായത്തിലെ പരിപാടിയും പുതുക്കാട് സെൻട്രൽ പുതുക്കാട് പഞ്ചായത്ത് തല പരിപാടിയും നടന്നു. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ,
ആത്മ, ഭാരത് ഗ്യാസ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. चुनाव में जीतने के लिए लोगों को दिशा भूल करना, लोगों को झूठा वायदा करना, लोगों को भ्रमित करना, चुनाव जीतना ये एकमात्र उनका ध्येय होता है. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 4 കറുകപ്പാടം MC റോഡ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുമ ഷാജു എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7,50,00,000 രൂപ ചെലവിലാണ് നിർമ്മാണം. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ ഫാമിലി മീറ്റും ന്യൂ ഇയർ സെലിബ്രേഷനും നന്ദിക്കരയിൽ നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. NBFC ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിൻകോസ്റ്റ് നിധി ചെയർമാനും വിൻകോസ്റ്റ് ചിറ്റ്സ് MDയുമായ MR റപ്പായി, വിൻകോസ്റ്റ് ചിറ്റ്സ് ചെയർമാൻ KM വിജയരാഘവൻ, ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ്, ലീഗൽ അഡ്വൈസർമാരായ അഡ്വക്കേറ്റ് നിതിൻ, അഡ്വക്കേറ്റ് അരുണാശ്രീ, അഡ്വക്കേറ്റ് ശശികുമാർ, NBFC ജനറൽ മാനേജർ VM ആകാശ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ BV രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിൻകോസ്റ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. കഴിഞ്ഞ 16 വർഷക്കാലം പിന്നിട്ട സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒരു അറിയപ്പെടുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് ഈ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും കൂട്ടായ ഒരു പ്രവർത്തനങ്ങളുടെ ഫലമാണ്. സാമ്പത്തികമായ ഒരു മാന്യം രാജ്യത്ത് അവതാരപ്പെടുകയും വന്നിട്ടുണ്ട്. അത് നയങ്ങളുടെ ഭാഗമായ പ്രശ്നമുണ്ട്, അതോടൊപ്പം ഈ കോവിഡ് വന്നതിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലാണെങ്കിൽ ഈ 500-ന്റെ 1000-ന്റെ നോട്ട് അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. വിൻകോസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും വിശ്വസ്ത സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഇരിക്കുന്ന ആളുകളും ഇനി വരാൻ പോകുന്നതും അതല്ലെങ്കിൽ തന്നെ വേറെ അസൗകര്യം കൊണ്ട് വരാൻ സാധിക്കാത്ത ആളുകളും അവരുടെ ജീവിതത്തിലെ കൊച്ചു ഈ ധനസമാഹരണം നമ്മളെ ഏൽപ്പിക്കുകയും ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും അവർക്ക് ഇതുപോലെ നിക്ഷേപങ്ങൾ ഉണ്ടാവാം. അതിലൊന്നായിരിക്കാം നമ്മുടെ സ്ഥാപനം. ഒരു ധനകാര്യ സ്ഥാപനമായി ചിട്ടി മേഖലകളിലും നോൺ ബാങ്കിംഗ് ഫിനാൻസ് രംഗത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞത് നെന്മണിക്കര ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 1 സൗഹൃദം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര നെന്മണിക്കര കപ്പേളയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിക്കും. 6:30 നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയങ്കണത്തിൽ നടത്തുന്ന പൊതുസമ്മേളനം KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി നെന്മണിക്കര കപ്പേളയ്ക്ക് മുന്നിൽ നിന്നും വിളംബര ഘോഷയാത്ര നടത്തും. വാർത്താ സമ്മേളനത്തിൽ നെന്മണിക്കര പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, ഗോപാലൻ കുണ്ടായി, VR സുരേഷ്, ജോസ് പാറക്കൽ എന്നിവർ പങ്കെടുത്തു. സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഭാഗമായി നെന്മണിക്കര പ്രദേശത്തെ സർവ്വമതങ്ങളും ഒന്നുചേർന്ന് ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് സൗഹൃദം 2024. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സെൻറ് മേരീസ് ദേവാലയത്തിൽ നിതിൻ പൊന്നാരിയുടെ തിരുപ്പട്ടത്തിന് ശേഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ആദരവും സാഹോദര്യത്തിൻ്റെയും മതാദരത്തിൻ്റെയും നന്മ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നെന്മണിക്കര ഗ്രാമത്തിൽ 2009 ഒരു അതിവിപുലമായ പരിപാടി നടത്തുകയുണ്ടായി. നമ്മൾ ഗ്രാമോത്സവം എന്ന ഒരു പരിപാടി. അതിനുശേഷം വീണ്ടും നെന്മണിക്കരയിൽ 2024 സൗഹൃദം 2K24 എന്ന ഈ പരിപാടിയിൽ അഞ്ചലോടുകൂടി തുടങ്ങുന്ന ഘോഷയാത്രയിലേക്കും തുടർന്ന് നടക്കുന്ന കലാപരിപാടികളിലേക്കും നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ അമ്പുതിരുനാളിന് കൊടിയേറി വികാരി ഫാദർ ഡേവിസ് കുട്ടാല കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു.
പാട്ടുകുർബാന, ലതിഞ്ഞ്, നൊവേന, തുടർന്ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും എന്നിവയും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിൻസ് പോട്ടോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിബിൻ മച്ചിങ്ങൽ സഹകാർമ്മികനാകും. ഫാദർ വിജിൽ പേങ്ങിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:15 തിരുനാൾ പ്രദർശനം ആരംഭിച്ച് 7 പള്ളിയിൽ സമാപിക്കും. ചെങ്ങാലൂർ മനക്കക്കടവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. 6ാം ദിനമായ ശനിയാഴ്ച നരകാസുരവധം, രാജസൂയം, കുചേലോപാഖ്യാനം, സന്താനഗോപാലം, ഉദ്ധവോപദേശം ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. സമാപന ദിനത്തിൽ ബദരി യാത്ര, സ്വർഗാരോഹണം, കൽക്കി അവതാരം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത യജ്ഞ സമർപ്പണം തുടങ്ങി ഭാഗങ്ങൾ പാരായണം ചെയ്യും. ഞായറാഴ്ച ഉച്ചയ്ക്ക് മനക്കലക്കടവിൽ ആറാട്ട് നടക്കും. വൈകിട്ട് 5:30 ഹരിനാമകീർത്തനം, തുടർന്ന് ദീപാരാധനയും അത്താഴപൂജയും ഉണ്ടായിരിക്കും. ഏറ്റവും മികച്ച കളക്ഷൻസും ട്രെൻഡി ഡിസൈനുകളുമായി പേൾസ് ലേഡീസ് വേൾഡ് ആൻഡ് ബ്യൂട്ടി ലോഞ്ച് പുതുക്കാട് ആരംഭിക്കുന്നു. അഡ്വക്കേറ്റ് ജോബി പുളിക്കൻ ബിൽഡിംഗ്സിലാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 ഫാദർ പോൾ തേക്കാനത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. സിനിമാ താരം മാളവിക മേനോൻ ആദ്യ വിൽപ്പന നടത്തും. PBG ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമാണിത്. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ വാർഷികോത്സവം ഞായറാഴ്ച കൊടകര കാവിൽ NSS കരയോഗം ഹാളിൽ ഉച്ചയ്ക്ക് 2 നടക്കും. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സിജിത്ത് മുത്തടത്ത് അധ്യക്ഷത വഹിക്കും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മുരളി പാറപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും. ഹരിദാസ് കൊടകരയുടെ തൈത്തരിയവും ശലഭങ്ങളും എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രാജീവ് ആലുങ്കൽ നിർവഹിക്കും. വൈകിട്ട് 5 പെരിങ്ങോട് സുബ്രഹ്മണ്യന്റെ ഇടയ്ക്ക വിസ്മയവും ഉണ്ടാകും. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വായനശാല ഹാളിൽ അനുമോദന സദസ്സും പുതുവത്സരാഘോഷവും സംഘടിപ്പിക്കും. വായനശാല ഹാളിൽ നൽകുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സർഗോത്സവത്തിൽ വിജയികളായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടക്കും. പുതുക്കാട് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10 നടക്കും. സാംസ്കാരിക പ്രവർത്തകനായ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ സാംസ്കാരിക പ്രഭാഷണവും നടക്കും. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വിവിധ കലാകായിക പരിശീലനത്തിനുള്ള ധനശേഖരണാർത്ഥം ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നു. ഞായർ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ബിരിയാണി ഫെസ്റ്റ് നടക്കുക. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ പരിസരം, പച്ചളിപ്പുറം പൊന്നാരിമൂല, മാവിൻചൂട് SBI ബാങ്ക് പരിസരം, പള്ളിക്കുന്ന് സെന്റർ റാഫേൽ സൂപ്പർ മാർക്കറ്റ് പരിസരം, ആലങ്ങാട് SB ടവർ പരിസരം, പാലക്കുന്ന് വായനശാല പരിസരം എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 984-779-7522. അപകടാവസ്ഥയിലായ ഡോക്ടർ അളഗപ്പ ചെട്ടിയാർ മെമ്മോറിയൽ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ RJD അളഗപ്പനഗർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. യോഗം സോഷ്യലിസ്റ്റ് ലോയേഴ്സ് സെന്റർ SLC സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എബീസ് കുന്നിക്കുരുവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം IP കുട്ടൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, സോഷ്യലിസ്റ്റ് ലോയേഴ്സ് സെന്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TI സേവിയർ, MK കൃഷ്ണൻ, IS ശശി, NA യോഹന്നാൻ, MA ഇഗ്നീഷ്യസ്, AS ചിത്ര, വിനോദ് കളരിക്കൽ, TP ജേക്കബ്, PV അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാലക്കുടി VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിൽ സെമിനാർ നടത്തി. ചാലക്കുടി ഗവൺമെന്റ് ITI NSS പ്രോഗ്രാം ഓഫീസറും ജില്ലാ അലുമിനി ഭാരവാഹിയുമായ KK അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ വിജിഷ് ലാൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ ലിംഗസമത്വത്തെക്കുറിച്ച് പഞ്ചായത്ത് അംഗവും നോവ അംഗവുമായ KR സുമേഷ് ക്ലാസ് നയിച്ചു. നോവ ചെയർമാൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ മുഖ്യാതിഥിയായിരുന്നു. PTA കമ്മിറ്റി അംഗം ജെയിംസ് കളപ്പുരയ്ക്കൽ, നോവ അംഗം ബിന്ദു ജോയ്, NSS വോളണ്ടിയർമാരായ ആൽവിൻ, അനുലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി.
പുതിയ ഉൽപാദന സംരംഭങ്ങൾ തുടങ്ങിയ കരകൗശല വിദഗ്ധർക്ക് നിക്ഷേപത്തിന്റെ 50% സബ്സിഡിയായി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പരിഷ്കരിച്ച മാർഗരേഖ പ്രകാരമുള്ള ആശ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കും അപേക്ഷകളും അനുബന്ധ രേഖകളും സമർപ്പിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ബന്ധപ്പെടുക. ഫോൺ 0487 2361 945 949 62 ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5855 രൂപയും പവന് 46,840 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ മഞ്ഞളി ബേബി ഭാര്യ ആനി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്നി, സിനി, ജോഷി, ഷൈജു എന്നിവർ മക്കളും വിൽസൺ, പ്രിൻസ്, ഷൈനി, ജാൻസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും. പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. ആമ്പല്ലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ലോറി ട്രാക്ക് മാറുന്നതിനിടയിൽ കാറിൽ തട്ടിയാണ് അപകടമുണ്ടായത്. പുതുക്കാട് ബൈക്കിന് പിറകിൽ ടെമ്പോ ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. LDF അധികാരം ലഭിച്ചപ്പോൾ കേരളമാകെ ബാറുകൾ കൊണ്ട് നിറയ്ക്കുകയാണെന്ന് മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വികാസ് ഭാരത സങ്കല്പയാത്ര നെന്മണിക്കരയിലും പുതുക്കാടും നടന്നു. കേന്ദ്രമന്ത്രി ഭഗവത് കുബേജി ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് കറുകപ്പാടം SSC റോഡ് നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമത്തിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 1 സൗഹൃദം 2024 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.